ഈ ആഗാമി കർമ്മങ്ങൾ കൊണ്ട് എന്താ ഗുണം, എന്താണ് ദോഷം? അതാണ് ഇനി പറയുന്നത്. എന്തുകൊണ്ട് ജ്ഞാനി ദേഹകൃതം എന്ന് പറയുന്നു? ദേഹേന്ദ്രിയാദി ഉപാധിയല്ല, അവയിൽ ഉപഹിതമായ ആത്മചൈതന്യമാണ് ഞാൻ എന്ന ജ്ഞാനം ഉദിക്കുമ്പോഴാണ് ജ്ഞാനിയാകുന്നത്. വ്യക്തല്ലേ? എന്താ പറഞ്ഞത്? എന്തുകൊണ്ട് ജ്ഞാനി ദേഹകൃതം എന്ന് പറയുന്നു? അറിവുള്ളവനാൽ അല്ലേ ആണിത്. അറിവില്ലാത്തവനെ സംബന്ധിച്ചല്ല പറഞ്ഞത്. ജ്ഞാനോൽപത്തി അനന്തരാണ് പറഞ്ഞത്. അതുകൊണ്ട് ജ്ഞാനി ദേഹകൃതം, അറിവുണ്ടായതിനു ശേഷം അതിനുശേഷം പുണ്യപാപ രൂപമായിരിക്കുന്ന കർമ്മങ്ങൾ യാതൊന്നാണോ തദ് ആഗാമി ഇത്യഭിധീയതേ എന്ന് പറയപ്പെടുന്നു. എന്ന് പറയുമ്പോ ജ്ഞാനി ദേഹകൃതം ദേഹേന്ദ്രിയാദി ഉപാധിയല്ല, ദേഹം ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവയല്ല, ഈ ഉപാധിയല്ല, അവയിൽ ഉപഹിതമായ ആത്മചൈതന്യമാണ് ഞാൻ എന്ന് ജ്ഞാനം ഉദിക്കുമ്പോഴാണ് ഒരാൾ ജ്ഞാനിയാവുന്നത്. അവിടെയാണ് ചോദ്യം വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ആത്മാവാകട്ടെ കർത്താവുമല്ല ഭോക്താവുമല്ല. കർത്തൃത്വ ഭോക്തൃത്വവും ആത്മാവിനില്ല. അതിനാൽ കർത്തൃത്വ ഭോക്തൃത്വ ഭാവമില്ലാത്ത ജ്ഞാനിയെ കർമ്മഫലം ബാധിക്കുന്നില്ല. വ്യക്തം? ദേഹം അതിന്റെ ധർമ്മം അനുഷ്ഠിക്കുന്നു എന്ന് മാത്രം. അപ്പൊ ഇവിടെ വ്യക്തമായോ? ജ്ഞാനിയുടെ ദേഹം ആരാ കാണുന്നത്? ജ്ഞാനിക്ക് ദേഹമല്ലേ? നമ്മൾ ജ്ഞാനിയുടെ ദേഹത്തെ കാണുന്നില്ലേ? ജ്ഞാനിക്കും വ്യവഹാരത്തിൽ ജ്ഞാനിയുടെ ദേഹമില്ലേ? ഞാൻ ദേഹമല്ല എന്നുള്ള ബോധമുണ്ടെങ്കിലും വ്യവഹാരത്തിൽ അല്ലേ ആ ബോധമല്ലല്ലോ പ്രവർത്തിക്കുന്നത്. ജ്ഞാനിക്ക് ദേഹത്തില് ഇല്ലേ കുളിക്കണം, ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ഇല്ലേ? അവശ്യം ജീവിത ധാരണത്തിനുള്ള എന്തെങ്കിലും ഇല്ലേ? മറ്റുള്ളവരെ പോലെ ഇല്ല ഇല്ല എന്നുള്ളത് ഉണ്ടെങ്കിലും എല്ലാ വിധത്തിലും ഇല്ലേ? ജ്ഞാനിയായാലും അജ്ഞാനിയായാലും ഭക്ഷണം കഴിക്കുന്നത് വ്യവഹാരത്തിലല്ലേ, പരമാർത്ഥത്തിലല്ലല്ലോ. ഇനി വേണ്ട, ഭക്ഷണം കഴിക്കുന്നത് പോട്ടെ, ക്ലാസ് എടുക്കുന്നതോ പരമാർത്ഥത്തിൽ എന്ത് ക്ലാസ് ആവും? എന്ത് ഉപദേശം? അപ്പോ ഒരു വ്യക്തി നല്ലത് ചെയ്യപ്പെട്ടാൽ അതിന് നല്ല ഫലം വന്നു ചേരുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ? അത് ഇനി നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. നല്ലത് ചെയ്തവന് ദുർഗതി വരില്ല എന്നുണ്ട്. ഈ കല്യാണ കൃത്വച്ച് ദുർഗതി ഉണ്ടാകച്ചതി എന്ന് ഗീത. നല്ലത് ചെയ്തവന് ദുർഗതി വരില്ല, ചീത്ത ചെയ്തവന് നല്ലത് വരാൻ വഴിയില്ല, വെളുപ്പിക്കാൻ വകുപ്പില്ല. പക്ഷെ വഴിപാട് കൊടുത്ത് ഇല്ലേ, ഞാൻ ചീത്ത ചെയ്തത് ഒന്ന് വെള്ള പൂശാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ സാധ്യമല്ല. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എനിക്ക് ഇങ്ങനെ എന്താ വന്നത്? നല്ലത് ചെയ്തവന് നല്ലതേ വരും, നല്ലത് ചെയ്തതിൻ്റേത് നല്ലതേ വരും. പക്ഷെ നല്ലത് ചെയ്യുന്നുണ്ടോ ഒരു വ്യക്തിയെങ്കിൽ അയാൾ ചീത്തയും ചെയ്യുന്നുണ്ട്, അപ്പോഴേ ബാലൻസ് ശരിയാവുകയുള്ളൂ. അതിവിടെ ജീവിക്കേണ്ട ആവശ്യമുള്ളൂ. മർത്യനിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള പരിണാമമായത് കൊണ്ടും അല്ലേ. പക്ഷെ പ്രത്യക്ഷമായിട്ട് അയാൾ ഒരു നല്ലൊരു വ്യക്തിയാണ്, നല്ലതാണ് ചെയ്യുന്നത്, എന്തെല്ലാം ഉപകാരങ്ങളാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴും അറിഞ്ഞോ അറിയാതെയോ അവിടെ അപകാരവും ഇല്ലേ? നമ്മുടെ ദൃഷ്ടിയല്ല അല്ലേ, പ്രകൃതി ദൃഷ്ടിയാൽ നോക്കുമ്പോൾ, നമ്മളെ ദൃഷ്ടി മാത്രം നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഉപകാരമായിരിക്കാം. മറ്റു പലരെ സംബന്ധിച്ചും അത് ദോഷമുണ്ടായിരിക്കാം. അപ്പോ പുണ്യപാപങ്ങൾക്ക് കാരണമായ നല്ലതും ചീത്തയും എന്ന് പറയുന്നതിൽ ഒരു വ്യക്തി ജ്ഞാനിയായാലും അയാൾ ചെയ്യുന്നതിൽ അവശ്യം ഏതുണ്ട്? നല്ലതുണ്ടെങ്കിൽ ചീത്തയും ഉണ്ട്. നല്ലത് എന്ന് പറയുന്നതാണ് പുണ്യകർമ്മങ്ങൾ. അപ്പൊ ഈ നല്ലത് എന്ന് പറയുന്നതാണ് പുണ്യകർമ്മങ്ങൾ. പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ട് എന്താവും? അതെന്തായി തീരും?
പുണ്യഫലങ്ങൾ വന്നു ചേരും. പുണ്യകർമ്മങ്ങളുടെ ഫലമായി എത്തിച്ചേരുന്ന ലോകങ്ങൾ ഏതോ അത് ആഗാമിക കർമ്മത്തിനാൽ എത്തിപ്പെടുന്നതാണ്. അപ്പൊ അതിന് കാരണമായ കർമ്മത്തെയാണ് ആഗാമി കർമ്മം എന്ന് പറഞ്ഞത്. വ്യക്തല്ലേ ഇത്? ജ്ഞാനോൽപത്തി അനന്തരം ജ്ഞാനിദേഹകൃതം പുണ്യപാപരൂപം കർമ്മ യഥസ്ഥി തദാഗാമീത്യഭിധീയതേ. ജ്ഞാനോൽപത്തി അനന്തരം ജ്ഞാനിക്ക് ജ്ഞാനത്തിന് ശേഷം എന്തുണ്ടാവുന്നു? ജ്ഞാനിദേഹകൃതം, ജ്ഞാനിദേഹം ചെയ്യപ്പെട്ട കർമ്മങ്ങൾ എന്ത് ചെയ്യുന്നു? അത് എങ്ങനെയുള്ള കർമ്മങ്ങൾ? പുണ്യപാപ രൂപം, പുണ്യവും പാപവും രണ്ടുമുണ്ട്. അങ്ങനെയുള്ള രൂപത്തിലുള്ള കർമ്മയഥസ്ഥി തദാഗാമീത്യഭിധീയതേ. അങ്ങനെയുള്ള കർമ്മങ്ങളാണ് ഇവിടെ ആഗാമി കർമ്മങ്ങൾ എന്ന് പറയപ്പെട്ടത്. അജ്ഞാനിയെ സംബന്ധിച്ച് ആഗാമിയുണ്ട്, എല്ലാവരെ സംബന്ധിച്ചുണ്ട് കർമ്മങ്ങൾ. പക്ഷെ ജ്ഞാനിയെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞത് ഇവിടെ ജ്ഞാനിക്കും ഉണ്ട് എന്ന് കാണിക്കാനാണ്. ജ്ഞാനോൽപത്തിക്ക് ശേഷവും എന്തുണ്ട്? അതാണ് ഇവിടെ പ്രകരണം. അല്ലാതെ മറ്റവർക്ക് ഇല്ല എന്ന് പറഞ്ഞില്ല. അതെ, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ പിന്നെ എന്താ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ അജ്ഞാനിയും ജ്ഞാനികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് അവിടെ പഠിക്കുന്നത്. അങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ വെറുതെ പരിശ്രമിച്ചിട്ട്? അതെ, എന്തിനാ അതിന്റെ ആവശ്യം? അതെ, മുക്തിയാണെങ്കിൽ അത് ലക്ഷത്തിൽ ഒരാൾക്കേ ഉണ്ടാവുള്ളൂ. പിന്നെ അതും വേണ്ട. പിന്നെ എന്തിനാണ് വെറുതെ സമയം കളയണം? വേറെ വല്ല പണി എടുത്തൂടെ? ആയിരങ്ങളിൽ ഒരാൾ ചിന്തിക്കുന്നു, അങ്ങനെയുള്ള ആയിരങ്ങളിൽ ഒരാൾ എത്തിപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ വളരെ ദുർലഭം ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രാപ്തമാകുന്ന കാര്യത്തിന് വേണ്ടി എല്ലാവരും എന്തിനായി ഓടുന്നത്? എല്ലാ പ്രയോജനമുണ്ടോ? ആർക്കാ ഭാഗ്യക്കുറി വീഴുക അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെയല്ല. അപ്പോഴാണ് പറയുന്നത് ഈ മുക്തി അങ്ങനെയാണെങ്കിലും മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് പോലും എന്തുണ്ട്? മാർഗത്തിൽ സംതൃപ്തിയുണ്ട്. എത്തിപ്പെടുന്നു എന്നുള്ളതല്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് മാറി, ഭക്ഷണം കഴിക്കുന്ന മാത്രയിലും എന്തുണ്ട്? അല്ല, കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണോ അയാൾക്ക് വിശപ്പ് മാറുന്നത്? കുറച്ച് സമയമൊക്കെ എടുക്കണം കഴിച്ചു കഴിഞ്ഞിട്ട്. അങ്ങനെയൊന്നുമില്ല. അതെ, അതേപോലെ തന്നെ ഒരാൾക്ക് സംതൃപ്തിയേകുന്ന കാര്യങ്ങൾ അയാൾ ചെയ്യുമ്പോഴും ആ ചെയ്യാൻ തുടങ്ങുമ്പോഴും ആ മാർഗത്തിൽ പോലും സന്തോഷം തരുന്നതാണ് ഇത്, ഈ അറിവ് സമ്പാദിക്കുക എന്നുള്ള മാർഗം. അതാണ് അറിവിന് പ്രാധാന്യം കൊടുത്തത്. അതാണ് ഭാരതം എന്ന പേര് വന്നത്. ഭരതവംശം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, അതിനല്ല പ്രസക്തി. ശാസ്ത്ര വിദ്യകളെ സംബന്ധിച്ച് ഭാദീപ്തൗ തസ്യാം രമതേ ഇതി ഭാരത എന്ന് തന്നെയാണ്. ഭാ എന്ന് പറഞ്ഞാൽ ദീപ്തി, പ്രകാശം. പ്രകാശം എന്ന് പറഞ്ഞാൽ അറിവിന് പ്രകാശം എന്ന് പറയും. അങ്ങനെയുള്ള ജ്ഞാനത്തിന് ആ പ്രകാശത്തിൽ ആനന്ദിക്കുന്നത് എന്ന് അർത്ഥം വരുന്ന ഭാരതം. ഭാ ദീപ്തൗ തസ്യാം രമതേ ഇതി എന്ന്. അങ്ങനെയുള്ള അറിവിൽ അഭിമാനിക്കുന്ന അറിവാണ് എല്ലാറ്റിനും അടിസ്ഥാനം, ഏത് വിധത്തിൽ ചിന്തിച്ചാലും. അങ്ങനെയുള്ള ജ്ഞാനം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ജ്ഞാനോൽപത്തി അനന്തരം ഈ ജ്ഞാനത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ജ്ഞാനം എന്നറിയണ്ടേ? ഗീതയിൽ 3-4 സ്ഥലങ്ങളിൽ ജ്ഞാനം വിജ്ഞാന സഹിതം എന്ന് പറഞ്ഞതുകൊണ്ട് ജ്ഞാനം വിജ്ഞാനം എന്ന് പറയുമ്പോൾ പുസ്തകജ്ഞാനമല്ല ഉദ്ദേശിച്ചത്. ഏതാ? അതെ, അനുഭവത്തിൽ അവസാനിക്കുന്നതാണ് അറിവ്, പുസ്തകത്തിൽ അവസാനിക്കുന്നതല്ല. എന്നാൽ പുസ്തകജ്ഞാനത്തെ പിൻപറ്റി എന്ത് ചെയ്യുന്നു? അത് ഇനി അനുഭവം എന്നുള്ളത് തന്നെ നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തു. ഒരാള് ഒരു ആസിഡാണെന്നുണ്ടെങ്കിൽ അത് നുണഞ്ഞു നോക്കണം എന്ന് പറഞ്ഞാൽ പറ്റില്ല. ചിലരങ്ങനെ ഉണ്ട്, എല്ലാ അനുഭവങ്ങളും അനുഭവിച്ചു കൊണ്ടല്ലേ അറിയേണ്ടത്, അതന്നെ ഞങ്ങളും പറയുന്നത് എന്നൊക്കെ പറയില്ലേ. ചിലത് കേട്ടറിയേണ്ടി വരും, ചിലത് സ്പർശിച്ചറിയേണ്ടി വരും, ചിലത് രുചിച്ചറിയേണ്ടി വരും, ചിലത് ഇങ്ങനെ ഒന്നും അറിഞ്ഞാലും അറിയില്ല. ചിലത് മുമ്പേ കണ്ടിട്ടറിയുന്ന ഇത് ചിലർ. ഒരാളൊരു കൊട്ടക്കണ്ടി ചാടി മറ്റുള്ളവരും അന്ധഹെ അന്തർനയിക്കണം എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നില്ല. അന്ധകാര പ്രാന്തകത്തിൽ അത് കണ്ടറിയാനുള്ള ബുദ്ധി വിവേകമുണ്ട്. ഇങ്ങനെ മുമ്പേ കണ്ടിട്ട് അറിയുന്നു. എല്ലാം അനുഭവിച്ച് തന്നെ അറിയണം എന്ന് പറഞ്ഞാൽ ആ അനുഭവം ഏത് തരത്തിൽ? ഇനി അനുഭവിച്ചാലും എല്ലാവരും അറിയുന്നുണ്ടോ എന്ന് ചോദ്യം.
കേവലമായ അനുഭവം കൊണ്ട് അല്ലേ സാധ്യമാണോ എന്ന് ചോദ്യമുണ്ട്. ഏതായാലും ഇവിടെ ജ്ഞാനോൽപത്തി എന്നുള്ളതുകൊണ്ട് പറഞ്ഞത് ഇവിടെ ഏതാണ്? ഈ ശരീരം ഞാനല്ല. പിന്നെ എന്താണ്? ഒട്ടറിയൂല. അറിഞ്ഞ വിജ്ഞാനിയായില്ലേ? അതുകൊണ്ട് നമ്മളെല്ലാവരും ആരാണ്? എങ്ങനെ അറിഞ്ഞു? എങ്ങനെ അറിഞ്ഞു? ഞാൻ അജ്ഞാനിയാണെന്ന് എങ്ങനെ അറിഞ്ഞു? അപ്പൊ ജ്ഞാനിയാണല്ലോ. എന്താ അങ്ങനെയല്ലേ? അജ്ഞാനിക്ക് ഞാൻ അജ്ഞാനിയാണെന്ന് അറിയോ? ഇല്ലല്ല. അപ്പൊ ഞാൻ അജ്ഞാനിയാണെന്ന് അറിഞ്ഞു. അതാണ് ഏറ്റവും വലിയ അറിവ്. അവിടുന്നാണ് പഠനം ആരംഭിക്കുന്നത്. വേദപഠനം ആരംഭിക്കുന്നത് അവിടുന്നാണ് അല്ലേ? നാരദരുടെ ചോദ്യം എല്ലാം എവിടെ നോക്കിക്കോളൂ. എനിക്ക് ഒരുപാട് അറിവുണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഗുരുനാഥന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഓടിക്കോളൂ, പല പ്രാവശ്യം ഓടിക്കും. ഇവിടെ പറഞ്ഞത് ഈ ശരീരം ഞാനല്ല എന്നുള്ള ബുദ്ധി, അത് പുസ്തകത്തിൽ നിന്നോ ഗുരുവിൽ നിന്നോ ഒക്കെ അറിഞ്ഞിട്ടുണ്ട്. അതിനെ സാക്ഷാത്കരിച്ചിട്ടില്ല. സാക്ഷാത്കരിച്ച പിന്നെ പോകുന്നുമില്ല. പിന്നെ എന്തിനാ പോണത്? പിന്നെ എന്തിനാ ഗുരു? സാക്ഷാത്കരിച്ച ഒരാൾ പോകണോ? വിജ്ഞാനി പോകുന്നുണ്ടോ? ഇല്ല. പിന്നെ ആരാ പോകേണ്ടത്? അജ്ഞാനി പോകൂല്ല. പിന്നെ ആരാ പോകേണ്ടത്? ജ്ഞാനികളാണ്. ഈ ലോകത്തെ അല്ലെ പരീക്ഷ ലോകാൻ കർമ്മചിതാൻ നിർവേദമായ നാസ്തി അകൃതകൃതേന എന്ന വേദം. ഈ ലോകങ്ങളെ പരീക്ഷിച്ചറിഞ്ഞിട്ട് ഇത് സത്യമല്ലെന്ന് അറിഞ്ഞിട്ട് ആ ലോകത്തിൽ ഏതൊക്കെ വന്നു? ഇതൊക്കെ വന്നു. അപ്പൊ അറിവില്ലേ? പരീക്ഷിച്ചറിഞ്ഞിട്ടാ. ആ പരീക്ഷിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇനി എന്ത് എന്ന് ചിന്തിച്ചു. അങ്ങനെയുള്ള ഒരാളാണ് ഗുരുപ്രാപ്തി.